പ്രവാസികൾക്കിടയിൽ ആരോ അടിച്ചേൽപ്പിച്ച ചില മാമൂലുകളിൽ ഒന്നാണ് അവ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു പെട്ടി കരുതണമെന്നുള്ളത്. പെട്ടിയുടെ വലിപ്പത്തിലോ കനത്തിലോ അല്ല കാര്യം, മറിച്ച് ആ പെട്ടി കൊണ്ടുവരുന്ന സമയത്ത് ആ പെട്ടി സ്വീകരിക്കാൻ നിൽക്കുന്ന വീട്ടുകാർക്കും കുടുംബക്കാർക്കും അവരുടെ കണ്ണിലും അവരുടെ മുഖത്തും വിരിയുന്ന ഒരു സന്തോഷമുണ്ട്. അത് വല്ലാത്തൊരു അനുഭൂതിയാണോ? എല്ലാ വർഷവും ആ പെട്ടി തൂക്കിയാണ് അവൻ വരാറ്. ഇന്നും അതുപോലെ ഒരു പെട്ടി കൊണ്ടുവരുന്നത് ഞാൻ കണ്ടു. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ പെട്ടി സ്വീകരിക്കാൻ നിൽക്കുന്ന കുടുംബക്കാരുടെ കണ്ണില് കണ്ണുനീർ തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ മുഖത്ത് താങ്ങാനാവാത്ത ദുഃഖഭാരമുണ്ടായിരുന്നു. ആ പെട്ടി വന്നത് ഒരു ആംബുലൻസിലായിരുന്നു. അതെ, ഏതോ ഒരു പ്രവാസി മനുഷ്യൻ മരണപ്പെട്ടിട്ട് അവരുടെ മയ്യത്തായിരുന്നു ആ പെട്ടിയിൽ കൊണ്ടുവന്നത്. എല്ലാ വർഷവും പെട്ടി തൂക്കി വരാറുള്ളവൻ ഇന്ന് പെട്ടിയിലായിട്ടാണ് അവന്റെ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഇതാണ് പ്രവാസി. തന്റെ കുടുംബവും തന്റെ നാടും തന്റെ സന്തോഷങ്ങളും ആഘോഷങ്ങളും എല്ലാം മൊബൈൽ സ്ക്രീനിലൂടെ മാത്രം കാണാൻ വിധിക്കപ്പെട്ടവൻ. അങ്ങനെയുള്ള പ്രവാസിയെ ഒരു പണമൂറ്റുന്ന സ്രോതസ്സാക്കി മാത്രം നമ്മൾ കാണാതെ അവൻ നാട്ടിലേക്ക് എത്തുന്ന സമയത്ത്, അവർ പ്രവാസ ലോകത്തുള്ള സമയത്ത് അവനർഹിക്കുന്ന ഒരു ബഹുമാനം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അവനത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും അവനർഹിക്കുന്നുണ്ട് ഒരു ബഹുമാനം. അവനെ പണത്തിന്റെ സ്രോതസ്സായി മാത്രം ഓരോ ആഘോഷങ്ങളിലും അവന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവനെ നമ്മൾ ബഹുമാനിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആഘോഷങ്ങളിലും എല്ലാ കാര്യങ്ങളിലും അവൻ പങ്കുചേരുന്നത് മനസ്സുകൊണ്ടാണ്, അവന്റെ പണം കൊണ്ടാണ്. അവൻ പണം കായ്ക്കുന്ന മരമായിരുന്നില്ല. അവന്റെ കുടുംബത്തെയും നാടിനെയും എല്ലാം വിട്ടെറിഞ്ഞ് മറ്റൊരു നാട്ടിൽ പോയിട്ടുണ്ടാക്കിയ പണം തന്നെയാണ് നമുക്കൊക്കെ നൽകിയത്. ആ പെട്ടിയിലായി വരുന്ന പ്രവാസിയുടെ കുടുംബം സഹിക്കുന്നൊരു വേദനയുണ്ട്. അതൊരിക്കലും പറയാൻ പറ്റാത്തതിനും അപ്പുറത്താണ്, വാക്കുകൾക്കും അതീതമാണ്. പ്രാർത്ഥിക്കുക, കൂടെ നിൽക്കുക, സന്തോഷം മാത്രം.